ഇത് കണ്ടോ, അവൻ ആ പെൻസിൽ എടുത്തു നിലത്തുനിന്ന്. ഹലോ ഗൈസ്, നിങ്ങൾ ഇത് കാണുക. ഹലോ ഗൈസ്, നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ പാർട്ടി ആരാന്നറിയാമോ? ഇന്ന് രാത്രി ഒരു 10-10:45 മണിയോടുകൂടി നമ്മുടെ വീട്ടിലേക്ക് എത്തിയ അതിഥിയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പള്ളിക്കൂടത്തിലൊക്കെ പോകുന്ന വഴിക്കും നോക്കി ഇതിനെ അപൂർവമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കാം. കല്ലിറുക്കി എന്നാണ് ഞങ്ങളൊക്കെ ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മഴയൊക്കെ ഉള്ള സമയങ്ങളിലാണ് ഇവൻ രാത്രി വെട്ടത്തേക്ക് പറന്ന് കയറി വരുന്നത്. അവൻ്റെ കാല് കണ്ടോ? അവൻ ആ കാല് വെച്ചിട്ട് അത്യാവശ്യം ഒരു ചെറിയ കല്ലോ ചെറിയ കമ്പ് കഷ്ണമൊക്കെ അവൻ ഇറുക്കി പൊക്കിയെടുക്കും. അവന് 2 കൊമ്പുണ്ട്, 2 പല്ലുണ്ട്. പല്ലല്ല, പല്ല് പോലെ ഇരിക്കുന്ന 2 നമ്മുടെ കട്ടിംഗ് പ്ലെയറൊക്കെ പോലെ ഇരിക്കുന്ന 2 കൊമ്പാണ്. ആ കൊമ്പിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇറുക്കും, നല്ല വേദന എടുക്കും. അവൻ്റെ പെടലിയുടെ സൈഡിൽ അവൻ പെടലി അനക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 3 മുള്ളുണ്ട് അവൻ്റെ പെടലിയിൽ. അവൻ 2 സൈഡിലേക്കും ആ മുള്ള് വെച്ചും എന്നെ കുത്താൻ ശ്രമിക്കുന്നുണ്ട്. രാത്രിയിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥിയാണ് അവന്. അവൻ വെട്ടത്തിൽ പറന്ന് വന്ന് നമ്മുടെ പെരയ്ക്ക് അകത്ത് കയറി നമ്മുടെ ബെഡ്റൂമിനകത്ത് വന്ന് ഞാൻ പതുക്കെ അവനെ സ്നേഹത്തോടെ പിടിച്ച് വിശേഷമൊക്കെ ചോദിച്ച് എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവനെ കയ്യിൽ പിടിച്ച് നിർത്തിയേക്കുവാണ്. കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അവൻ അവൻ്റെ പാട്ടിന് പറന്നു പോകും. ഈ സാധനത്തിന് നമ്മളൊരു അപൂർവമായിട്ടാണ് ഇപ്പോൾ കണ്ടേക്കുന്നത്. ഇതിൻ്റെ പവറെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ കൈ വിരലിനകത്തിരുന്ന് ഇവനെ നല്ലപോലെ മെറിക്കുന്നുണ്ട്. അപ്പം മെറിക്കുമ്പോൾ നല്ല ഊർജ്ജം ഉണ്ടാവും, നല്ല ഊരുള്ളവനാണ്. അതുകൊണ്ടാണ് അവനെ നമ്മൾ കല്ലിരിക്കി എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരു കല്ല് എടുക്കാനുള്ള, കുഞ്ഞൊരു കല്ലെടുക്കാനുള്ള പ്രാപ്തിയുള്ളവനാണ്. നല്ല തോടുകെട്ടിയുണ്ട്. അവൻ്റെ പെടലിക്കൊക്കെ നല്ല ബലമാണ്. അവൻ്റെ കൈക്കും കാലിനും എല്ലാം നല്ല ബലമാണ്. അവൻ 1, 2, 3, 4 കൈഭാഗമായിട്ട് 4 2 മുഴുത്ത മുള്ളുകളുള്ള 2 കൊമ്പും നല്ല ബലവത്തായ 2 കാലും അവനുള്ളത്. അങ്ങനെ മൊത്തത്തിൽ അവന് 2, 4, 6 അവയവങ്ങളാണ് നിൽക്കുന്നത്. 2 വലിയ കൊമ്പും ഒരു ഇറുക്കുപല്ലും കൂട്ടി 2 പെടലിയ 3 മുള്ളും ഒക്കെയാണ് അവനുള്ളത്. അത്യാവശ്യം നല്ല ഉശിരുള്ളവനാണ്. അവൻ കുറച്ച് നേരമായിട്ട് എൻ്റെ കയ്യിലിരുന്ന് പയറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് നോക്ക്. മഴ സമയത്തൊക്കെ കണ്ടിട്ടുള്ളവർ ഇതിൻ്റെ പേര് നിങ്ങളുടെയൊക്കെ നാട്ടിലും വീട്ടിലൊക്കെ വരുമ്പോൾ ഇതിന് പേരെന്നാ പറയുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. ഇതാണ് കല്ലിറുക്കി എന്നാണ് നമ്മളിതിനെ പറയുന്നത്. കല്ലിറുക്കി കേട്ടോ, കല്ലിറുക്കി. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇത് നമുക്ക് വലിയ ഉപദ്രവകാരിയൊന്നുമല്ല. തെങ്ങിൻ്റെ കാര്യങ്ങൾക്കോ തെങ്ങിനൊന്നും കേടൊന്നും വരുമൊന്നുമില്ല, തെങ്ങ് കുത്തുമൊന്നുമില്ല. ഇവനിങ്ങനെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരുത്തനാണ്. നല്ല ഊർജ്ജമാണ് ഇവന്, നല്ല പവറുണ്ട് ഇവന്. അതാണ് മെയിനായിട്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഇതിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനെ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞപ്പം നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെയാണ് അവൻ പറന്ന് കയറി വന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് പിടിച്ചതാണ്. നേരെ ഓർത്ത് നമുക്കിത് കാണാത്തവരിലേക്കും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിതിനെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ ഗൈസ്, അപ്പോൾ ഇവൻ ഈ പെൻസിൽ എടുക്കുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അവൻ്റെ ആ ഇറുക്കുകാലം കൊണ്ട് അവൻ അത് ഇറുക്കി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഗൈസ്, സക്സസ് ആയി നമ്മുടെ പരീക്ഷണം. ഇത് കണ്ടോ, അവൻ ആ പെൻസിൽ എടുത്തു നിലത്തുനിന്ന്. ഹലോ ഗൈസ്, നിങ്ങൾ ഇത് കാണുക. അവൻ അത് പിടിക്കത്തില്ല ചേട്ടാ, ഈ ഇറുക്കുകാലെ തെന്നുവാ സാധനം. അവൻ പിണക്കത്തിലാന്ന് തോന്നുന്നു. അവൻ ആ സാധനം പിടിച്ചു പെൻസിൽ പിടിച്ചവൻ പെൻസിൽ പിടിച്ചു. പെൻസിൽ കൊണ്ട് എഴുതാൻ നോക്കുമായിരുന്നു, താഴെ പോയി. ചേട്ടായി അവനെ കൊണ്ട് പെൻസിൽ പിടിപ്പിച്ച് എഴുതിക്കാൻ നോക്കോട്ടെ ഗൈസ്. കണ്ട, അവൻ ആ പെൻസിൽ എടുത്ത് പൊക്കി താഴെ ഇട്ടു. അവൻ ആ പെൻസിൽ പൊക്കി എടുത്തു കേട്ടോ. കണ്ട.